ഹലോ, ഞാൻ ശരവിന്ദ്. ഇത് ധനീഷ് ദാസ്. അപ്പോൾ മരിയൻ കോളേജ് ആർക്കിടെക്ചർ കോളേജ് മേനകം. ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഭാഗമാകുന്നത്, ആദ്യമായിട്ട് രജിസ്റ്റർ അസംബ്ലി നമ്മൾ പബ്ലിക്കിന് വേണ്ടി ഒരു ഓപ്പൺ സ്പേസ്, ഇപ്പോൾ സ്റ്റുഡൻസ് ആയാലും വെളിയിലുള്ള ആൾക്കാർക്കായാലും ഒരു ഓപ്പൺ സ്പേസോ, മെയിൻലി ഈ സ്പേസ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഇന്റിമേറ്റ്, ആൾക്കാർക്കൊന്നും പബ്ലിക്കിന് യൂസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് സ്പേസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് പബ്ലിക് യൂസിന് വേണ്ടി ഒരു സ്പേസ് കിട്ടുന്നത്. അപ്പോൾ ബുക്ക് ഫെസ്റ്റ് ആ രീതിയിൽ പീപ്പിളിനെ കുറച്ചുകൂടി കംഫർട്ടായ ഒരു സോണാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഈവൻ ഫോർ സ്റ്റുഡൻസ്. ഇപ്പോൾ സ്റ്റുഡന്റ് കോർണർ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന്റെ വെൽബീങ് ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു സ്റ്റുഡന്റ് കോർണറിന്റെ ഭാഗമായ ഒരു ഇൻസ്റ്റലേഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻലി അതും ഈ വായന, ബുക്സ്, പഠനം എല്ലാത്തിനും കൂടെ കമ്പൈൻ ആയിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിനൊരു കോൺസെപ്റ്റ് തന്നെയുണ്ട്. അതിനെപ്പറ്റി ധനീഷ്. അതായത് നമ്മളിപ്പോ ഇവിടെ നടക്കുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വായനയാണ് ലഹരി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാത്തരം MLA-മാർസ്, CMs എല്ലാവരും വന്നൊരു ഇനാഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ മരിയൻ കോളേജിൽ നിന്ന് ഒരു ഇൻസ്റ്റാളേഷൻ, അതായത് നമ്മൾ ആർക്കിടെക്ട്സുമാരുമായിട്ട് നമ്മൾ ഒരു കോൺസെപ്റ്റ് ബേസിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കോൺസെപ്റ്റിലായിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനും കാണിക്കാം. നമ്മുടെ മോഡൽ മെയിൻലി നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ എടുത്ത ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്, മെയിൻലി നമ്മൾ എല്ലാം റീസൈക്ലിംഗ് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കോൺസെപ്റ്റ് ബേസിക്കലി സ്റ്റുഡന്റ് അറിവ് എന്ന ലെറ്റർ നമ്മൾ ഹ്യൂമനായിട്ട് ഒരു മിക്സപ്പ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ബുക്കും അതേപോലെ തന്നെ ലാംഗ്വേജ്, ഭാഷയും അതേപോലെ തന്നെ മനുഷ്യത്വം, ഇത് മൂന്നും കൂടെ ഇടകലർന്നാണ് നമ്മൾ ഈ കോൺസെപ്റ്റിലോട്ട് എത്തിയത്. അപ്പോൾ അവസാനം ആർക്കിടെക്ട്സ് എന്നുള്ള സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ കോൺസെപ്റ്റിലോട്ട് എത്തിയത് ഈ ഒരു വഴിക്കാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വായനയാണ് ലഹരിയാണ് ഇവിടെ ഇപ്പൊ നടക്കുന്ന പ്രോഗ്രാം. അപ്പൊ അതിൽ ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ഇതൊരു ബുക്കാണ്. അപ്പൊ ഈ ബുക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ അറിവ്, നോളജാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ഈ ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ, ഓപ്പൺനെസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അറിവ് എത്രത്തോളം വളരുന്നു, എത്രത്തോളം അറിവിലോട്ട് പോകുന്നു എന്ന് പ്രോഗ്രസ് കാണിക്കേണ്ടത്. ഈ ഒരു പെന്നിന്റെ നിബ് എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ലെഗാണ്. അപ്പൊ ലെഗ് ഉദ്ദേശിക്കുന്ന ഒരു മൂവ്മെന്റ്, അതായത് മുന്നോട്ട് സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നു, ഇതിനൊരു അവസാനം ഇല്ല എന്നുള്ള രീതിയാണ് ഈ ലെഗ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ അക്ഷരങ്ങൾ, അതായത് ഭാഷയെ റെപ്രസെന്റ് ചെയ്ത് ലെറ്ററിന് ഇടകലം ചേർന്ന് നിൽക്കണം. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ എത്രത്തോളം ഒരു ഭാഷയിൽ അല്ലെങ്കിൽ എത്രത്തോളം അലിഞ്ഞു ചേരുന്നു എന്ന രീതിയാണ് നമ്മൾ മനുഷ്യ ശരീരത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ കയ്യിൽ നമ്മൾ റോപ്പാണ് കൊടുത്തിരിക്കുന്നത്. റോപ്പ് എന്ത് റെപ്രസെന്റ് ചോദിച്ചാൽ ഒരു ഇൻഫിനിറ്റി, അതായത് ഇത് പ്രോഗ്രസിലോട്ട് പോകുന്നു, ഇതിനൊരു അവസാനമില്ല എന്നാണ് വെച്ചാൽ. അതായത് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും വായന എത്രത്തോളം മനുഷ്യന് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിക്കുന്നതാണ് ഈ ഒരു റോപ്പ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ടോട്ടൽ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് ബേസിൽ വന്നിരിക്കുന്നതാണ് വായനയാണ് ലഹരി എന്നുള്ളൊരു മോഡലാണ്. മരിയൻ കോളേജ് ഓഫ് ആർക്കിടെക്ചർ ട്രിവാൻഡ്രം കഴക്കൂട്ടത്ത് മേനകുളത്തു നിന്നാണ് നമ്മൾ സ്റ്റുഡൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളാണ് SSS, സ്റ്റുഡന്റ് സൊസൈറ്റി ഓഫ് ആർക്കിടെക്ട്സ്, നമ്മുടെ കോളേജിന്റെ SSA ടീംസ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു അസംബ്ലി ഹാൾ ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിനൊരു പാർട്ടാകാൻ പറ്റിയതിൽ നമുക്കൊരു ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ടാണ് നമ്മളെല്ലാം സ്റ്റുഡൻസ് എല്ലാം വരുന്നതും ഒക്കെ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു പാർട്ടാകാൻ പറ്റിയത് ഭയങ്കര അഭിമാനമുണ്ട് എല്ലാവർക്കും. നമ്മളും അതുപോലെ നമ്മുടെ ഫാക്കൽറ്റീസും എല്ലാവരും അതിൽ നമ്മളെ അഭിമാനം കൊള്ളുന്നു. താങ്ക് യു.